നോക്കൂ, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട വിവരങ്ങൾ ജനങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഒരു മനുഷ്യൻ്റെ വളർച്ചയെയും സ്വഭാവത്തെയും നിർണ്ണയിക്കുന്നതും ജനിതക സ്വഭാവങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതും കോശങ്ങളിലെ DNA-കളിലാണ്. നമുക്കറിയുന്നൊരു കാര്യമാണിത്. നമുക്കറിയാം DNA-യുടെ സ്ട്രക്ചർ ഡബിൾ ഹെലിക്സ് ആണ്. അത് നിർമ്മിച്ചിരിക്കുന്നത് ഇന്നതുകൊണ്ടാണ്. ഈ DNA-കളെ നിയന്ത്രിക്കുന്നത്, പുനർനിർമ്മിക്കുന്നത് RNA എന്ന പദാർത്ഥമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നാം വൈറസ് എന്ന് വിളിക്കുന്നത് DNA-യുടെയും RNA-യുടെയും ജനറ്റിക് കോഡുകളിലെ ചില ഫ്രാഗ്മെൻറ്റ്സ്, ചില അംശങ്ങൾ മാത്രമാണ്. ഇത്തരം പല RNA-കളും കാലങ്ങളായി മനുഷ്യകോശങ്ങളിൽ എത്തുന്നുണ്ടെന്ന് മാത്രമല്ല, അവ നമ്മുടെ DNA-കളുമായി കൂടിച്ചേർന്നുകൊണ്ട് നമ്മുടെ DNA-കളിൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നുമുണ്ട്. അതുകൊണ്ടാണ് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പരിസ്ഥിതിയിൽ മനുഷ്യന് നിലനിൽക്കാൻ കഴിയുന്നത്. വൈറസിനെ കുറിച്ച് ഡീറ്റെയിൽഡായി പഠിച്ചു നോക്കൂ. കാലങ്ങളായി പലതരത്തിലുള്ള വൈറസുകൾ മനുഷ്യ ശരീരത്തിനകത്തുണ്ട്. ഈ ഫ്രീ RNA-കൾ അല്ലെങ്കിൽ വൈറസുകൾ ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ എന്ന ജീവിക്ക് ഈ ഭൂമിയിൽ അതിജീവിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം നമ്മളിവിടെ എത്തപ്പെട്ടത്, ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നത് അത്തരം വൈറസുകളുടെ കാരണങ്ങൾ കൊണ്ടാണ്. ഈ ഫ്രീ RNA-കളാണ് മനുഷ്യൻ്റെ RNA DNA-കളിൽ നിലനിൽപ്പിനാവശ്യമായ അല്ലെങ്കിൽ പാരിസ്ഥിതിക മാറ്റങ്ങളെ അതിജീവിക്കാനുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുന്നത്. ഭയാനകരമായൊരു സത്യം, ഈ ചില ഫ്രീ RNA-യാണ് നാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ ഈ വിവരങ്ങൾ മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നത്? മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായാണ് RNA വാക്സിനുകൾ നിർമ്മിക്കുന്നത്. ഒരു മാധ്യമങ്ങളും ഈ വിവരങ്ങൾ ചർച്ച പോലും ചെയ്യുന്നില്ല. ഇവിടെ വൈറസുകളുടെ ജനറ്റിക് സീക്വൻസിനെ കണ്ടെത്തി ഏതു ജീന് ഏത് പ്രോട്ടീനെയാണ് കോഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി മനുഷ്യകോശങ്ങളിൽ ഈ വൈറൽ പ്രോട്ടീനുകളെ നിർമ്മിക്കാൻ ശ്രമിക്കുകയും മനുഷ്യൻ്റെ പ്രതിരോധ സംവിധാനം അത്തരം വൈറൽ പ്രോട്ടീനുകളെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ ആൻറ്റിബോഡി നിർമ്മിക്കുകയും ചെയ്യും. ഇതാണ് പ്രോസസ്സ്. ആയിക്കോട്ടെ, പക്ഷേ പകർച്ചവ്യാധിക്കെതിരെ മനുഷ്യന് വാക്സിൻ നിർമ്മിക്കാൻ സാധാരണ 6 മുതൽ 7 വർഷം വരെ എടുക്കും. എന്നാൽ ലോക ചരിത്രത്തിൽ ആദ്യമായി നിർമ്മിക്കുന്ന RNA വാക്സിനുകൾ എങ്ങനെയാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിർമ്മിക്കാനും അതിൻ്റെ പരീക്ഷണം പൂർത്തിയാക്കാനും കഴിയുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഒന്നില്ലെങ്കിൽ ഈ വാക്സിൻ അല്ലെങ്കിൽ ഈ RNA വാക്സിൻ COVID-19 മുമ്പ് തന്നെ നിർമ്മിക്കാൻ ഒരു പദ്ധതി അവർ ആവിഷ്കരിച്ചിരിക്കണം. അല്ലെങ്കിൽ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമാണ് നടക്കാൻ പോകുന്നത് എന്ന തിരിച്ചറിവെങ്കിലും മനുഷ്യ സമുദായമായി നമ്മൾക്കുണ്ടാവണം. മറയത്തിരിക്കുന്ന രാജാവിൻ്റെ നീചനായ മന്ത്രി നമ്മുടെ ബിൽ ഗേറ്റ്സ് ഫണ്ട് ചെയ്യുന്ന Moderna എന്ന കമ്പനി നിർമ്മിക്കാൻ പോകുന്നതും ഇത്തരത്തിലുള്ള RNA വാക്സിനുകളാണ്. ഇതുവരെ ഒരു വാക്സിൻ പോലും നിർമ്മിക്കാത്ത Moderna എന്ന കമ്പനിയാണ് ചരിത്രത്തിൽ ആദ്യമായ RNA വാക്സിനുകൾ നിർമ്മിക്കാൻ പോകുന്നത്. വാക്സിനല്ല, മറിച്ച് മനുഷ്യനകത്തേക്ക് കടത്തിവിടുന്ന ഒരു പ്രൊഡക്റ്റ് പോലും ഇതുവരെ Moderna എന്ന കമ്പനി നിർമ്മിച്ചിട്ടില്ല. സോ എന്താണ് ഈ RNA വാക്സിൻ? ചില mRNA-കളെ മനുഷ്യകോശങ്ങളിലേക്ക് കടത്തിവിടുന്നു. ഈ RNA-കൾ മനുഷ്യൻ്റെ DNA-കളുമായി കൂടിച്ചേർന്ന് മനുഷ്യൻ്റെ DNA-കളിൽ മാറ്റം വരുത്തുന്നു. DNA-കളിൽ മാറ്റം വരുത്തുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജനിതക ഘടനയിൽ തന്നെ മാറ്റം വരുത്താൻ കഴിയുന്നതാണ് ഈ mRNA വാക്സിനുകൾ എന്നർത്ഥം. മനുഷ്യനല്ലാതായി മാറിയാലും അതിശയിക്കാനില്ല. ഈ വാക്സിനുകൾ മനുഷ്യ തലമുറയിൽ എന്തു മാറ്റങ്ങളാണ് സൃഷ്ടിക്കുക എന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. വളരെ ഗുരുതരമായൊരു കാര്യമാണിത്. ഒരുപക്ഷെ ഹ്യൂമൻ ജീനോം തന്നെ മാറ്റിയെഴുതപ്പെട്ടേക്കാം. കാരണം ഈ വാക്സിൻ അകത്തേക്ക് കടന്നാൽ സാധാരണ വാക്സിനുകളെ പോലെയല്ല അത് പ്രവർത്തിക്കുക. അവ റെപ്ലിക്കേറ്റ് ചെയ്ത് ചെയിൻ റിയാക്ഷൻ പോലെ നമ്മുടെ സിസ്റ്റത്തിലെ ജനിതക ഘടനകളിൽ പല തോതിലുള്ള മാറ്റം സൃഷ്ടിക്കും. ഒരുപക്ഷെ നമ്മുടെ DNA തന്നെ മ്യൂട്ടേറ്റ് ആയി പോയേക്കാം. അങ്ങനെ സംഭവിച്ചാൽ മനുഷ്യനല്ലാതായി മാറും. അല്ലാതെ തന്നെ മനുഷ്യൻ്റെ മാനുഷിക മൂല്യങ്ങളും സ്വഭാവങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ വേണോ എന്നതാണ് നമ്മുടെ സംശയം. ഇത് നമ്മളെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല, ജനിക്കാൻ പോകുന്ന തലമുറയെയും ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയൊരു വിഷയമാണ്. ദയവ് ചെയ്ത് ഈ വിഷയത്തിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇതിനു മുന്നേ സൂചിപ്പിച്ചൊരു വിഷയമാണ് SARS-CoV-2 എന്ന കൊറോണ വൈറസിനെ വേർതിരിച്ചതിന് തെളിവില്ലെന്നും ബൾഗേരിയയിലെ പാത്തോളജിസ്റ്റുകൾ അതിന് തെളിവ് ചോദിച്ചിട്ട് അവർ കൊടുത്തില്ല എന്നുമുള്ള കാര്യം. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ വൈറസിനെ പാറ്റൻ്റ് എടുത്ത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വൈറസിനെ പാറ്റൻ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. എന്തുകൊണ്ടാണ് ഈ SARS-CoV-2 എന്ന വൈറസിനെ കുറിച്ച് ആധികാരികമായി പഠിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. 1999 തന്നെ കൊറോണ വൈറസിനെ പാറ്റൻ്റ് വരുന്നുണ്ട്. 2003 അമേരിക്കയിലെ CDC കൊറോണ വൈറസിൽ പാറ്റൻ്റ് ഫയൽ ചെയ്തിട്ടുമുണ്ട്. അതായത് CDC അല്ലാതെ ഈ രോഗത്തെക്കുറിച്ച്, ഈ വൈറസിനെ കുറിച്ച് പഠിക്കാനോ അതിനെ നിരീക്ഷിക്കാനോ അതിനളക്കാനോ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത.
അതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. നമ്മുടെ വിഷയം അതല്ല. CDCയെ നിയന്ത്രിക്കുന്ന ഡോക്ടർ ആൻ്റണി ഫൗച്ചിയും ബിൽ ഗേറ്റ്സും തമ്മിലുള്ള സൗഹൃദവും ബന്ധവും പലതവണ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. വീണ്ടും അതിലേക്ക് കടക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. റിയൽ ടൈം RT-PCR ടെസ്റ്റിൽ എന്താണ് നമ്മൾ കണ്ടെത്തുന്നത്? വളരെ കൗതുകകരമായൊരു വിവരമാണിത്. RDPD ജീനുകൾ, ഈ ജീനുകൾ, അങ്ങനെ ഒരുപാട് ജീനുകൾ നമ്മൾ അതിൽ കണ്ടെത്തുന്നുണ്ട്. WHO ഗൈഡ് ലൈൻസിൽ പറയുന്ന ഈ ജീനുകളെ ഒന്ന് നിങ്ങൾ നോക്കൂ. സോ CT, CCC, TTT, GTT, GT, GTT, GT, അതായത് RT-PCR ടെസ്റ്റിൽ കണ്ടെത്തുന്ന ഒരു സീക്വൻസാണിത്. ഈ സീക്വൻസ് ഉണ്ടെങ്കിൽ ടെസ്റ്റ് കിറ്റിൽ നിങ്ങൾ പോസിറ്റീവ് കാണിക്കുക. ഇതിനെക്കുറിച്ച് വീണ്ടും ആഴത്തിൽ പഠിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു സത്യം നമ്മൾ തിരിച്ചറിയും. നമുക്കറിയാം മനുഷ്യന് 46 ക്രോമസോമുകളുണ്ട്. അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇവിടെ ക്രോമസോം 8 കുറിച്ച് നാം അന്വേഷിക്കുമ്പോൾ അതിൻ്റെ പ്രൈമറി അസംബ്ലിയുടെ സീക്വൻസ് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിൻ്റെ സീക്വൻസ് ഇങ്ങനെയാണ്: CT, CCC, TTT, GTT, GT, GTT, GT. അതായത് ക്രോമസോം 8 പ്രൈമറി അസംബ്ലി സീക്വൻസും നമ്മൾ നേരത്തെ WHO ഗൈഡ് ലൈൻസിൽ പറയുന്ന സീക്വൻസും സെയിം ആണെന്നർത്ഥം. അതായത് ക്രോമസോം 8 പ്രൈമറി അസംബ്ലിയാണ് PCR ടെസ്റ്റിൽ നമ്മൾ കണ്ടെത്തുന്നത്. എല്ലാവരിലും ഈ ക്രോമസോം 8 ഉണ്ട്. എന്തുകൊണ്ട് എല്ലാവരും ടെസ്റ്റ് പോസിറ്റീവ് ആകുന്നില്ല എന്ന ചോദ്യം ഉണ്ടാവാം. ചെക്ക് ചെയ്യുന്നതിൻ്റെ ആംപ്ലിഫിക്കേഷൻ്റെ തോത്, അതുപോലെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രൈമറി അസംബ്ലി ആക്റ്റീവ് ആണോ ഇല്ലയോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പരിഗണിക്കേണ്ടി വരും. ഇനി ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം, ഈ RNA വാക്സിൻ ഉപയോഗിച്ച് എന്തിനെയാണ് നാം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇത്തരം മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ജീനുകളെ. ക്രോമസോം 8 നശിപ്പിക്കാൻ ശ്രമിച്ചാൽ മാരകമായ പ്രശ്നങ്ങളായിരിക്കും മനുഷ്യരാശി നേരിടേണ്ടി വരാൻ പോകുന്നത്. വളരെ പ്രധാനമായും ഇത് ബാധിക്കുക ഹെഡ് കണ്ടീഷനെയാണ്. ഹൃദയത്തിന് മാരകമായ തകരാറുകളുണ്ടാവാം, ബുദ്ധി വളർച്ച കുറയും, അതുപോലെ തന്നെ സ്വഭാവം തന്നെ മാറാൻ സാധ്യതയുണ്ട്. ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസീവ്നെസ്, ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ വരാം, കുട്ടിയുടെ കാഴ്ചയെ ബാധിക്കാം, എപ്പിലെപ്സി, ഹെർണിയ, ഒരുപാട് മാരകമായ മാറ്റങ്ങൾ മനുഷ്യകുലത്തിൽ ഈ ക്രോമസോം 8 അഭാവം അല്ലെങ്കിൽ ഇല്ലായ്മ കൊണ്ട് സംഭവിക്കാം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. 8p23 ഡിലീറ്റേഷൻ സിൻഡ്രോം ജസ്റ്റ് ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു നോക്കും. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക. ആവേശത്തോടെ വാക്സിൻ പരീക്ഷണങ്ങളിൽ പങ്കാളികളാവുന്ന മലയാളിയോട് ഇതൊരു അപേക്ഷയാണ്. ദയവ് ചെയ്ത് എന്താണ് ഈ RNA വാക്സിൻ എന്ന് പഠിക്കൂ. മനുഷ്യനില്ലാതാക്കാൻ കഴിവുള്ള മാരകമായ വിഷമാണ് നമ്മൾ ഇനി സേവിക്കാൻ പോകുന്നത്. ദയവ് ചെയ്ത് സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കും. സത്യം മൂടിവെക്കപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്രമായി അന്വേഷിക്കുക, സത്യം കണ്ടെത്തുക, സത്യം പരക്കട്ടെ. When you think of the future, you likely envision the remarkable technologies that you've seen in comic books and films. You may begin to picture flying cars, trains driven by electromagnets, or household robots that will see to your every need. While modern scientists agree that many of these inventions are either unlikely or unnecessary, it may surprise you to learn what the future could actually hold. Imagine being able to share your thoughts with millions of people at once, simply by typing them on a keyboard and sending them through the air. Think of what life will be like when all of the many fixtures of an office, including a typewriter and an entire Rolodex, can fit within a device smaller than a loaf of bread. Consider the vacation plans you could make when a single trip on an aeroplane is all that's needed to visit anywhere on Earth. Yes, the future certainly looks bright, but it isn't without its darker sides. According to some predictions, obesity will likely run rampant, and political corruption will become so commonplace as to be accepted. People with nothing entertaining or informative to say will broadcast their demands for attention, and once beloved performers will become pushers of snake oil. Perhaps worst of all will be the emergence of a deadly and potentially devastating disease. Think of the last time that you contracted influenza. You were likely bedridden for days, having no appetite or desire to play games. Experts predict that by the year 2020, a new virus will rise, spreading from somewhere in Asia to the rest of the world. And with international travel being available to even the most common citizen, a sickness which would have been contained in years past
will quickly spread to all corners of the globe. Worse still, the fantastic technologies of the era, the instantaneous communication and the ability to spread misinformation will cause undue panic and unrest. While you may think that we have decades to prepare, the frightening truth is that we have already become susceptible to the spread of this upcoming pandemic. The people preparing our food will do so without washing their hands, and the declining standards for common hygiene will cause the release of marauding clouds of infection. Even today, children would prefer to attempt the carefree murder of their playmates rather than lecture one another about covering their mouths when they cough. So how do we reverse this trend? How do we avoid the coming catastrophe? Many doctors would suggest that we simply need to learn and practice better health habits, but that may not be enough. As it turns out, there is a solution. But first, a word from our sponsor. Well, no wonder my laundry bill is so high. All those napkins last week. Doeskin. What? You should use Doeskin dinner napkins. Paper napkins? Oh, no. I don't mean thin little paper napkins, but Doeskin dinner napkins. You'll love them. Everybody loves Doeskin dinner napkins. These soft linen-like napkins are 2-ply in smart formal fold, in white and in beautiful pastel colors. And Doeskin dinner napkins are big. They cover your whole lap, and they stay put. What's more, they last throughout the meal, and they leave no lint. But they are nice. And they would save my linen. They save you money, too. Doeskin dinner napkins cost only 49 cents for 5 dozen. That's a fraction of a penny apiece. All right, Dottie. You'll find Doeskin dinner napkins, Doeskin facial tissues, and other Doeskin products at your favorite grocery, supermarket, department store, or drugstore. Look for the brown dispenser box. Doeskin. And now, the answer about how to avoid the deadly virus set to sweep the world.